യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാവിലെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കേറ്റു. 6 വിദേശ എംബസികൾക്കും ഒരു പുരാതന കത്തീഡ്രലിനും നാശനഷ്ടമുണ്ട്. റഷ്യ 5 ഇസ്കന്ദർ എം ബാലിസ്റ്റിക് മിസൈലുകൾ കീവിനു നേരെ പ്രയോഗിച്ചെന്നും എല്ലാം വെടിവെച്ചിട്ടെന്നും യുക്രൈൻ പ്രതികരിച്ചു. അൽബേനിയ, അർജന്റീന, പാലസ്തീൻ, നോർത്ത് മാസിഡോണിയ, മോണ്ടിനെഗ്രോ, പോർച്ചുഗൽ എംബസികൾക്കാണ് കേടുപാട് സംഭവിച്ചത്. ഈ എംബസികളെല്ലാം ഒറ്റ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. നയതന്ത്ര ഉദ്യോഗസ്ഥർ സുരക്ഷിതരാണ്. അതേസമയം യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് കമാൻഡ് സെന്ററാണ് ലക്ഷ്യമിട്ടതെന്ന് റഷ്യ പ്രതികരിച്ചു. യുക്രൈൻ മിസൈലുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഇവിടം ഉൾപ്പെട്ടിട്ടുണ്ടെന്നും US നിർമ്മിത പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും റഷ്യ ആരോപിച്ചു. പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച റഷ്യയിലെ റോസ്തോവ് മേഖലയെ ആക്രമിച്ചതിനുള്ള മറുപടിയാണിതെന്നും റഷ്യ വ്യക്തമാക്കി. തെക്കൻ യുക്രൈനിലെ ഖേഴ്സണിലും ഇന്നലെ പുലർച്ചെ റഷ്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതേസമയം US പ്രസിഡന്റായി അധികാരത്തിൽ വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യുക്രൈൻ പ്രശ്നം തീർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും. US പ്രസിഡന്റായി ജനുവരി 20 അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന പ്രശ്നപരിഹാരത്തിന് ചെറിയൊരു വഴി തുറന്നു. പുടിനും ട്രംപും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നതും അതുപയോഗിച്ച് യുക്രൈൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരുവരും ശ്രമിച്ചേക്കുമെന്നതും പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ട്രംപ് അധികാരമേൽക്കാൻ 1 മാസം കൂടിയുള്ളപ്പോൾ പുടിൻ ഇങ്ങനെയൊരു പരസ്യ പ്രസ്താവന നടത്തിയത് എന്തിനാണെന്നാണ് നിരീക്ഷകർക്ക് വ്യക്തമാകാത്തത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുദ്ധരംഗത്ത് റഷ്യൻ സൈന്യം നേട്ടമുണ്ടാക്കുന്നു. റഷ്യൻ സൈന്യത്തിന്റെ പീരങ്കി പോരാട്ടം യുക്രൈൻ നിരകളിൽ കനത്ത നാശമുണ്ടാക്കുന്നു. കുർസ്ക് പ്രദേശത്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ റഷ്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതാനും മാസം മുൻപ് വരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കാതെയായിരുന്നു റഷ്യൻ സൈന്യം പോരാടിയിരുന്നത്. അതിനാൽ പലപ്പോഴും യുക്രൈൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ നേരത്തെയുണ്ടാക്കിയ നേട്ടങ്ങൾ പലതും നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിടിച്ചെടുത്ത ഭൂമിയിൽ ശക്തമായ പ്രതിരോധ നിര തീർത്താണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത്. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള യുക്രൈൻ ശ്രമങ്ങൾ പാളുന്നു. ഈ നേട്ടം നിലനിർത്തിക്കൊണ്ട് ചർച്ചകളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചാവാം ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്നാണ് ഒരു അനുമാനം. റഷ്യ ചർച്ചകൾക്ക് തയ്യാറായിരിക്കെ യുക്രൈന് കൂടുതൽ ആയുധ സഹായം നൽകുന്നതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുജനാഭിപ്രായം ഉയരുമെന്നാവാം കണക്കുകൂട്ടൽ. യുദ്ധം മൂലമുണ്ടായ ഇന്ധന വിലക്കയറ്റവും വാണിജ്യ നഷ്ടവും നേരിട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ജനത ഇതൊരു കച്ചിത്തുരുമ്പായി കണ്ട സമാധാന ശ്രമങ്ങൾക്ക് തങ്ങളുടെ ഭരണകൂടങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് വരാം. സിറിയയിൽ റഷ്യ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാനാവാം എന്ന നീക്കവും ഇതിലുണ്ട്. ബഷർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന റഷ്യയ്ക്ക് അവസാന നിമിഷം അദ്ദേഹത്തെ കൈയൊഴിയേണ്ടി വന്നു. അതിൽ നിന്ന് ലോകശ്രദ്ധ തിരിച്ച യുക്രൈൻ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുമാവാം ശ്രമം. ഇനിയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യൻ സൈന്യത്തിനാവില്ലെന്ന് മനസ്സിലാക്കിയാണ് സമാധാന നീക്കമെന്നാണ് മൂന്നാമത്തെ അനുമാനം. പടപൊരുതാൻ വേണ്ടത്ര സൈനികരില്ലാതെ വന്നതോടെ വിദേശ പൗരന്മാരെ നിർബന്ധമായും അല്ലാതെയും സൈനിക സേവനത്തിലേക്ക് അയക്കേണ്ട നിലയിലാണ് റഷ്യയെന്നും കരുതുന്നവരുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയ യുവാക്കളെയും അതുപോലെ ഉത്തര കൊറിയ അയച്ചുകൊടുത്ത സൈനികരെയും വരെ പോരാട്ട മുന്നണിയിലേക്ക് അയക്കേണ്ടി വന്നിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യത്തിന്റെ ആണവരാസായുധ വിഭാഗത്തിന്റെ തലവൻ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ തന്റെ വ്യക്തിപരമായ സുരക്ഷ തന്നെ അപകടത്തിലാണെന്ന് ഭയന്നാവാം പുടിന്റെ ഈ നീക്കമെന്നും കരുതുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.